പലഹാരത്തിൻ്റെ വില. ഒരു സായാഹ്നത്തിൽ പാവപ്പെട്ട കൃഷിക്കാരൻ പാടത്ത് പണി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. വഴിയരികിലുള്ള പലഹാരക്കടയിൽ നിന്നുള്ള ഇമ്പമേറിയ മണം അയാളുടെ മനസ്സിൽ കൊതിയുണർത്തി. കടയുടെ മുമ്പിൽ ചെന്ന് കുറച്ചു നേരം കൂടി പലഹാരത്തിൻ്റെ മണം ആസ്വദിച്ച് നിന്നെങ്കിലും അതിലൊന്നുപോലും വാങ്ങാൻ വേണ്ടത്ര പണമില്ലായിരുന്നതുകൊണ്ട് അയാൾ സങ്കടത്തോടെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അപ്പോൾ കച്ചവടക്കാരൻ കർക്കശ സ്വരത്തിൽ അയാളെ തിരികെ വിളിച്ചു. ഹേ മനുഷ്യ, അവിടെ നിൽക്കൂ. പണം തരാതെ നിങ്ങൾ എവിടെ പോകുന്നു? പണമോ? എന്തിന്? കൃഷിക്കാരൻ അതിശയിച്ചു. പലഹാരത്തിന്. കച്ചവടക്കാരൻ കൂസലില്ലാതെ മറുപടി പറഞ്ഞു. പക്ഷേ ഞാനതിന് പലഹാരമൊന്നും തിന്നില്ലല്ലോ, കൃഷിക്കാരൻ വിനയപൂർവ്വം പറഞ്ഞു. അത് ശരി തന്നെ, പക്ഷേ നിങ്ങൾ പലഹാരത്തിൻ്റെ മണം ആസ്വദിച്ചില്ലേ? തിന്നതിനു തുല്യമാണ് മണക്കുന്നതും. പാവം കൃഷിക്കാരൻ ആകെ കുഴങ്ങി. അയാളുടെ അടുത്തായി ഈ രംഗമെല്ലാം വീക്ഷിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ കൃഷിക്കാരനെ അരികെ വിളിച്ച് കാതിലെന്തോ മന്ത്രിച്ചു. അത് കേട്ട് കൃഷിക്കാരൻ്റെ മുഖം തെളിഞ്ഞു. അയാൾ തിരികെ ചെന്ന് കീശയിൽ കിടന്ന ചില്ലറ നാണയങ്ങൾ കച്ചവടക്കാരനെ കിലുക്കി കേൾപ്പിച്ചു. കച്ചവടക്കാരൻ സന്തോഷത്തോടെ പറഞ്ഞു, ആ വേഗമാവട്ടെ, വേഗം പണം തരൂ. അത് കേട്ട് കൃഷിക്കാരൻ പറഞ്ഞു, ഞാൻ പണം തന്നു കഴിഞ്ഞല്ലോ. പണം തന്നോ? നിങ്ങൾ നാണയങ്ങൾ കിലുക്കി കേൾപ്പിക്കുകയല്ലേ ചെയ്തുള്ളൂ, കച്ചവടക്കാരൻ കയർത്തു. അതെ, പലഹാരം മണക്കുന്നത് തിന്നുന്നതിന് തുല്യമാണെങ്കിൽ പണം കിലുക്കി ശബ്ദം കേൾപ്പിക്കുന്നത് അത് ലഭിക്കുന്നതിനും തുല്യമല്ലേ? കൃഷിക്കാരൻ തലയുയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ട് ഇളിഭ്യനായി കച്ചവടക്കാരൻ കടയ്ക്കുള്ളിലേക്ക് വലിഞ്ഞു കളഞ്ഞു. മുള്ളെടുക്കാൻ മുള്ള്. ഇനി അടുത്ത കഥ അടുത്ത ദിവസം.